ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഭക്തലക്ഷങ്ങളുടെ അഭയകേന്ദ്രമായ കേരളത്തിലെ അതിപ്രശസ്തമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയുടെ ഐതിഹ്യങ്ങളും അവിടുത്തെ അത്ഭുതകരമായ വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പുറം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യസങ്കേതത്തിന് അരികിലൂടെയാണ് കേരളത്തിന്റെ ജീവനാഡിയായ പമ്പാനദി ഒഴുകുന്നത്. തെങ്ങുകളും നെൽപ്പാടങ്ങളും നിറഞ്ഞ പച്ചപ്പിന് നടുവിലൂടെ പമ്പ ശാന്തമായി ഒഴുകുന്ന കാഴ്ച മനസ്സിന് വലിയൊരു കുളിർമയാണ് നൽകുന്നത്. പമ്പയിലെ തണുത്ത വെള്ളത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധിയായ ശേഷമാണ് ഭക്തർ അമ്മയെ ദർശിക്കാനെത്തുന്നത്. പമ്പയുടെ തീരത്തെ ഈ ഗ്രാമീണ ഭംഗി വാക്കുകൾക്ക് അതീതമാണ്. 3. ചക്കുളത്തമ്മയുടെ ഐതിഹ്യം. പണ്ട് ഈ പ്രദേശം നിബിഡമായ ഒരു വനമായിരുന്നു. അവിടെ വനദുർഗയെ ഉപാസിച്ചിരുന്ന ഒരു വേടനും ഭാര്യയും താമസിച്ചിരുന്നു. ഒരിക്കൽ വേടൻ കാട്ടിൽ വിറക് ശേഖരിക്കുമ്പോൾ ഒരു സർപ്പത്തെ കാണുകയും ഭയം കാരണം അതിനെ അടിക്കുകയും ചെയ്തു. മുറിവേറ്റ പാമ്പ് അടുത്തുള്ള ഒരു മൺപുറ്റിലേക്ക് ഇഴഞ്ഞുകയറി മറഞ്ഞു. ഉടനെ ആ പുറ്റിൽ നിന്നും രക്തം വരുന്നത് കണ്ട് വേടൻ പരിഭ്രമിച്ച് അമ്മയെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ ആ പുറ്റ് തകർന്ന് സാക്ഷാൽ ഭഗവതി അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിശക്കുന്നുവെന്ന് പറഞ്ഞ ദേവിക്ക് വേടന്റെ ഭാര്യ വനത്തിൽ നിന്നും കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് ഒരു മൺകലത്തിൽ നിവേദ്യം തയ്യാറാക്കി നൽകി. ദേവി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ സ്മരണയ്ക്കായിട്ടാണ് ഇന്നും ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന പ്രശസ്തമായ ചക്കുളത്തുകാവ് പൊങ്കാല നടക്കുന്നത്. ചക്കുളത്തമ്മയുടെ സന്നിധിയിൽ മറ്റൊരു അത്ഭുത സാന്നിധ്യവുമുണ്ട്: യക്ഷിയമ്മ. പണ്ട് ഈ പ്രദേശത്ത് യാത്രക്കാരെ ഭയപ്പെടുത്തിയിരുന്ന ഒരു ക്രൂരയായ യക്ഷിയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ ഒരു ഭക്തനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യക്ഷിയുടെ മുന്നിൽ ചക്കുളത്തമ്മ പ്രത്യക്ഷപ്പെടുകയും യക്ഷിയെ ശാന്തയാക്കുകയും ചെയ്തു. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ യക്ഷി അന്നുമുതൽ ചക്കുളത്തമ്മയുടെ കാവൽക്കാരിയായി അവിടെ കുടികൊള്ളുന്നു. ഇന്ന് ഭക്തർ യക്ഷിയമ്മയ്ക്കും പ്രത്യേക പൂജകളും വഴിപാടുകളും അർപ്പിക്കാറുണ്ട്. ഔട്ട്രോ. അമ്മയുടെ ചൈതന്യവും പമ്പയുടെ സൗന്ദര്യവും ഒന്നിക്കുന്ന ചക്കുളത്തുകാവ് ഏതൊരു ഭക്തന്റെയും മനസ്സിന് വലിയ ശാന്തിയാണ് നൽകുന്നത്. കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ചക്കുളത്തമ്മയുടെ ഈ ഐതിഹ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ചരിത്രങ്ങളും കഥകളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.